മാതൃഭാഷയ്ക്ക് അവിസ്മരണീയ മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ട് ജ്ഞാനപീഠം എന്ന ഭാഷാ പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയകവി ശ്രീ ONV കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ശേഷം മലയാള മണ്ണിൽ ആദ്യം പങ്കെടുത്ത പൊതുപരിപാടിയിൽ നിന്നും ചില സംഭാഷണ ശകലങ്ങൾ. ജനിച്ച നാടിനോടും ഭാഷയോടും അടങ്ങാത്ത പ്രേമം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഈ കവിവചനങ്ങൾ കേൾക്കേണ്ടത് തന്നെ. സമകാലീന കാലഘട്ടത്തിലെ ഭാഷാ പ്രയോഗങ്ങളിലെയും ജീവിത രീതികളിലെയും വ്യത്യാസങ്ങൾ, നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എല്ലാം സരളമായി അദ്ദേഹം വിവരിക്കുന്നു. ഭൂലോകം ഓൺലൈനിന് വേണ്ടി ദിലീപ്. ഇംഗ്ലീഷിൽ തന്നെ പലരും അതിനെ എഴുതിയിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയർ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അതുകൊണ്ട് എഴുതുമ്പോൾ അങ്ങനെയാകാമോ? ഐ ലവ് യു എന്ന് കുട്ടികൾ എഴുതുന്നു. ഐ എന്നുള്ളത് ഐ തന്നെ ഒറ്റക്ഷരം. പിന്നെ LUV, മറ്റേത് LOV എന്നിങ്ങനെ ഈ 4 അക്ഷരം. അതുകൊണ്ട് LUV ഐ ലവ്. യു എന്നുള്ളതിന് YOU ഇങ്ങനെ ഈ 3 അക്ഷരം വേസ്റ്റ് ചെയ്യുന്ന യു, ഒരൊറ്റ യു മതി. അപ്പോൾ ഐ എന്ന അക്ഷരം, LUV എന്ന് 3 അക്ഷരം, പിന്നെ യു അക്ഷരമൊക്കെ കുറഞ്ഞു കിട്ടിയിരിക്കുന്നു. കമ്മ്യൂണിക്കേഷനിലേക്കുള്ള പുതിയ വഴികൾ എന്ന് പറഞ്ഞ് ഈ മാതിരി സ്പെല്ലിംഗ് സ്വീകരിക്കുന്നതിനെതിരായിട്ട് ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്നവരെ ക്വീൻസ് ഇംഗ്ലീഷൊക്കെ ആണ് ഇവരുടെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് ദൂഷിക്കുകയും അതിലുപരിയാണ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അമേരിക്കക്കാരനേക്കാളും പരിഷ്കാരിയാണെന്ന് ചമഞ്ഞ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്നൊരു ഇംഗ്ലീഷ് ഉണ്ടെന്ന് ആസ്ട്രേലിയക്കാരൻ പ്രൂവ് ചെയ്യും. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. 5-6 ഈ 10-44 രാജ്യങ്ങളിലെ കവികൾ ഒന്നിച്ചു കൂടിയ ഒരു സദസ്സിൽ വെച്ചിട്ട് 8 പേര് ഇംഗ്ലീഷിൽ കവിത എഴുതുന്നു. ബാക്കിയുള്ളവരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഓരോരോ ഭാഷയിൽ ചൊല്ലുന്നു. അന്ന് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിൽ ഞാനാണ് ചൊല്ലാൻ പോയത്, പക്ഷേ അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 8 കവികൾ ഇംഗ്ലീഷിൽ കവിത എഴുതുന്നു. അവർക്ക് തർജ്ജമയില്ല, അതോളം ഭാഷയാണ്. പക്ഷേ ഈ 8 കവികളും കവിത ചൊല്ലുമ്പോൾ അത് 8 ഭാഷ പോലെ തോന്നുന്നു. വിശാരണം കൊണ്ട് ഒരാൾ വായിലൊക്കെ കുഴച്ച് പറയുന്നു, വേറൊരാൾ ഇങ്ങനെ ഇറക്കോടുകൂടി പറയുന്നു. എല്ലാം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ പിന്നെ പ്രത്യേകം മാസ്റ്റർ ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെ പഠിച്ചപ്പോൾ ഒരാൾ ഓപ്പൺ കോടതി ചോദിച്ചു, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ എഴുതുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രത്യേക ഭാഷയിൽ എഴുതുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചാടി എഴുന്നേറ്റ് അമേരിക്കക്കാരൻ ചോദിച്ചു, who told you that we are all writing in English? We do write in English. ഞങ്ങൾ ഇംഗ്ലീഷുകളിലാണ് എന്ന് വെച്ചാൽ ഈ പഴയ രാജ്ഞിയും രാജാവും ഒക്കെ ഭരിക്കുന്ന ഈ ഇംഗ്ലണ്ടിലെ ആ ഒരു പഴയ ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതൊന്നുമല്ല ഇംഗ്ലീഷ്. വി ഡു റൈറ്റ് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര ശക്തി എത്ര കൂടുതലാണ് കൂടുതലിനേക്കാളും. ആ മേധാവിത്വം മനോഹരമായി പണ്ട് തങ്ങളുടെ സംസ്കാര ഭാഷയായിരുന്നു. അതിന് സാഹിത്യ ഭാഷ കൈകാര്യം ചെയ്യുന്നവർ അപൂർവമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ റഹ്മാൻ റോഹി എന്ന് പറയുന്ന ഒരു കാശ്മീരി സാഹിത്യകാരൻ. ഞാനവിടെ കിട്ടിയുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, എന്തിനാണ് ONV ഞങ്ങൾ ഈ കാശ്മീരിയിൽ എഴുതുന്നത്? അത് വായിക്കാൻ കഴിയുന്ന തലമുറയിൽ ഇല്ലാതാക്കുന്നത്. ഇങ്ങനെയാണ് ഭാഷ നയിക്കുന്നത്. ഈ ഏർപ്പാട് മലയാളത്തിൽ കരുതലെന്ന് പേര് ചേർത്താനാണ് മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പദവി അംഗീകരിച്ച് തമിഴും കന്നഡവും തെലുങ്കും ഒക്കെ പോലെ ആകുമെന്നുള്ളത്. ഇത് ഇല്ലാതാക്കരുത്, ഇതിനെ കൊല്ലരുതെന്ന് പറയാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വെറ്റിടുന്നിടം തൊട്ട് തന്നെ പേരൻ ഇംഗ്ലണ്ടിലാക്കണം എന്ന് കുട്ടി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അമ്മ പേരൻ ഇംഗ്ലണ്ടിലാക്കണം എന്ന് കവിത എഴുതുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം നല്ലതാണ്. ഇംഗ്ലീഷ് കുട്ടികളൊക്കെ ഒന്നാന്തരമായി പഠിക്കണം. ഒരുമാതിരി ഐ ലവ് യു ഡാ എന്നൊന്നും അല്ല പറയുന്നത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാന്തരം ഭാഷയാണ്. ആ ഇംഗ്ലീഷിൻ്റെ അതിമനോഹരമായ ഉച്ചാരണ ശുദ്ധിയോടുകൂടി അതിന് ഏറ്റവും മനോഹരമായിരിക്കുന്ന അതിൻ്റെ ആവിഷ്കാര ഭംഗികളോടുകൂടി ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ കുട്ടിക്കാലത്ത് തൊട്ട് നല്ല ഇംഗ്ലീഷിൽ പോയി മലയാളം അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയിൽ കുട്ടിക്ക് അവസാനം ഈ റോഡിൽ ഇറങ്ങി നിന്നാൽ മലയാളത്തിൽ ഒരു സിറ്റി സർവീസിൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ച ബോർഡ് വായിക്കാനും പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ ചോദിച്ചു, ഇതെന്നാ പോവാ സാറേ മുക്കുറ്റി പോകാൻ ചോദിച്ചു. അങ്ങനെ ഒരു കവിയെ കൊണ്ടുപോയി ചോദിക്കത്തക്ക തരത്തിൽ മുക്കുറ്റി, കഥകളി, ദോസയിൽ, തുമ്പ എന്നൊക്കെ പറയുന്നത് അന്യമായി തീർന്നിരുന്നു. പിന്നെ അയാൾ ലിലാക്ക് പുഷ്പങ്ങളെ പറ്റി പറയുന്നു. ഒരു ലിലാക്ക് പൂ വാങ്ങിച്ചു തരാമോ നിങ്ങൾക്ക്? ഇവിടെ ഈ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ശാലകളെ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ലിലാക്കോ ഒരു ക്രൈസാന്തിമോ വാങ്ങിച്ചു തരാൻ പറ്റുമോ? ഒരു മോർഗറൈറ്റ് ഫ്ലവർ ജർമ്മൻ ഭാഷയിലുള്ളതാണ്, വാങ്ങിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ അവനവൻ്റെ നാട്ടിലെ പൂക്കൾ
കുറുക്കളൊപ്പറ്റിയും കിളികളൊപ്പറ്റിയൊക്കെ അറിയണം. ഒരടയ്ക്കാക്കിളി ഒന്നിന് ചലച്ചാൽ നമുക്ക് അടയ്ക്കാക്കിളി എന്ന് പറയാൻ സാധിക്കണം. നേരെ കുറിച്ച് പശുവിൻ്റെ കുട്ടിയെ കണ്ടാൽ അത് ഈ എന്താണ് ഈ പശുവിൻ്റെ ഡോക്ടർ എന്നല്ലാതെ പശുക്കുട്ടി എന്ന് പറയാൻ സാധിക്കണം. പശുവിൻ്റെ കുട്ടിയുടെ കണ്ണ് എപ്പോഴാവും തുറക്കുന്നതെന്ന് ഒരിക്കൽ വീട്ടിൽ വന്ന ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി അതിൻ്റെ അമ്മയോട് ചോദിക്കുന്നത്, ഞാനൊരു പെറ്റ് കിടക്കുന്ന ഒരു പശുക്കുട്ടി കുഞ്ഞിനെ അതിങ്ങനെ കണ്ണ് തുറക്കാതെ ഒരു ദിവസം കിടക്കും. അവർ ചോദിച്ചിട്ടും ഈ കൗവിൻ്റെ ഡോക്ടറിൻ്റെ ഐസ് എപ്പോഴാണ് ഓപ്പണാവുന്നത്? ഇത് സംസ്കാരമാണ്. ഇതാണ് ഡീകൾച്ചറലൈസേഷൻ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് ചോദിക്കാം, മലയാളത്തിൽ നന്നായിട്ട് ചോദിക്കാം, ഹിന്ദിയിൽ നന്നായിട്ട് ചോദിക്കാം. ഏതെങ്കിലും ഒരു ഭാഷയിൽ ചോദിക്കുമ്പോൾ ആ ഭാഷയുടേതായിരിക്കുന്ന രീതി മര്യാദകൾ നമ്മൾ പാലിക്കാൻ പഠിക്കണം. അതില്ലാതെ ഈ കോവളത്തെ ഈ സാഹിബിനെ മുതാമയും കൊണ്ടുപോയി ഈ കഞ്ഞിവെള്ള സൂപ്പ് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ആനയിക്കുന്ന ചില പിള്ളേരോട് ഒരുമാതിരി ഇംഗ്ലീഷ് പറയും. അവർ കേൾക്കുന്നത് വളരെ രസമാണ്. അതുപോലുള്ള ഇംഗ്ലീഷ് അല്ല നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതുപോലെയുള്ള ഭാഷ എന്തെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാത്ത തരത്തിലുള്ള മംഗ്ലീഷൊന്നും അല്ല ഈ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ നല്ല ഇംഗ്ലീഷും നല്ല മലയാളവും സ്റ്റാൻഡേർഡിൽ കൂടി പറഞ്ഞാൽ അത് മാറ്റിയിട്ട് ഒരുതരം ഈ ഇംഗ്ലീഷുകളൊക്കെ ആവശ്യമില്ലാതെ ബുദ്ധിശക്തിയുള്ള ഒരു സങ്കര ഭാഷ, ഒരു സങ്കര ഭാഷയെന്നോ എന്ത് വെങ്കല ഭാഷയെന്നൊക്കെ പറയാം, അതിനെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ കുട്ടിയെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം പഠിപ്പിക്കണം, നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിപ്പിക്കണം, നമ്മുടെ നാടിൻ്റെ മനോഹരമായ ഭാഷ സംസ്കാര ഭാഷ തന്നെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ ഇവിടെ വളരെയധികം സ്വാധീനം ചെലുത്തി ഭാഷകൾ സ്വാഭാവികമായും മൂവാറ്റയും തമ്മിൽ അതിൻ്റെ സൗന്ദര്യം കൊണ്ട്, ഭംഗി കൊണ്ട്, ചന്തം കൊണ്ട്, നിറങ്ങൾ കൊണ്ട് സാദൃശ്യം അനുഭവപ്പെടുന്നു. സാദൃശ്യം അനുഭവപ്പെട്ടാലും രണ്ടും രണ്ടാണ്, പൂവ് വേറെ പൂമ്പാറ്റ വേറെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കവിതയാണ് പൂവും പൂമ്പാറ്റയും. അത്തരം കവിതകളൊക്കെ പോയി. നാഴികമണി എന്ന് പറയുന്നത് ഒരു അത്ഭുതമായ ഒരു കാലമുണ്ടായിരുന്നു. ഏതാണ്ട് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇവിടെ നാഴികമണി പ്രചരിച്ചത്. അന്ന് അതിനെപ്പറ്റി പന്തളം കേരളവർമ്മ എന്ന ഒരു കവി മണിയെക്കണ്ടോ നാഴികമണിയെക്കണ്ടോ കിളികിളി എന്ന് മണിക്കോ മണിശീൽ എന്നൊക്കെ പറഞ്ഞൊരു സൂചി, നാഴിക കാണിക്കുന്ന മറ്റൊരു സൂചി, ഇങ്ങനെ ഒരു കവിതയാണ്. ഇതേമാതിരി എല്ലാറ്റിനും അതുപോലെ പൂക്കുന്നിതാമില്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന തേന്മാവും, പൂക്കുന്ന അശോകം. ഇന്ന് ഇലഞ്ഞിയും തേന്മാവും അശോകവും തിരിച്ചറിയാവുന്ന കുട്ടികൾ എത്രയുണ്ട്? അവരെ കുറ്റപ്പെടുത്തിയല്ല, അതൊന്നും കാണാനില്ലാതായിരിക്കും. പൂക്കുന്നിതാമില്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന തേന്മാവ്, പൂക്കുന്ന അശോകം, വായിക്കുന്ന വേലിക്ക് വർണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള കവിതകൾ ആശാന്റെയാണ്. ഇങ്ങനെ എത്രയോ കവിതകളിലൂടെയും അതുപോലെ തന്നെ ഒന്നാം തരം കഥകളിലൂടെയും വിജ്ഞാനപൂർവമായ നല്ല ലളിതമായ ഗതികളിലൂടെയും ഈ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു. കേരളവർമ്മ പരിയോഗി തമ്പുരാൻ, ഏഴാമൻ രാജരാജവർമ്മ, കുമാരനാശാൻ, 12ാം കേരളവർമ്മ, KR കൃഷ്ണപിള്ള തുടങ്ങി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളവരെ അദ്ദേഹം ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിരുന്നു. വരെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയുന്നത് ഒരു വലിയൊരു രാഷ്ട്രീയ റബലായിട്ടാണ് അദ്ദേഹവും കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലം നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് പഴയ കാലമല്ലേ. പുതിയ കാലം എന്ന് പറയുന്നത് ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ കാലം. ഈ പുതിയ കാലം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെയാണ് സംബന്ധിച്ചു. പക്ഷേ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിച്ചു വളർന്നോട്ടെ. പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്നലെയും പാടെ തള്ളിക്കളയണം എന്നല്ല. ഒരു കുട്ടി ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട് പരിഷ്കൃതമാണോ എന്ന് അറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് അവിടുത്തെ അമ്മൂമ്മ നൈറ്റി ഇട്ടിട്ടുണ്ടോ എന്നതാണ്. ഒരു നൈറ്റിയുടെ അമ്മൂമ്മ ഇറങ്ങി വരികയാണെങ്കിൽ ആ വീട്ടിലെ ആളുകൾ മോഡേണാണ്. നേരെ മറിച്ച് ഒരു പഴയ ഈ പറയിൽ ഞെറിഞ്ഞു വെച്ച ഒരു ഉണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ അമ്മയാണെങ്കിലോ അതൊക്കെ വളരെ പറയാറുണ്ട് എന്ന് പറയുന്ന രീതിയാണ്. ആഹാരം കഴിയുമ്പോൾ തീർന്നുമ്പോൾ ഇനി ഐസ്ക്രീം വേണോ, ഡെസർട്ട് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു പുതിയ ആധുനികമായതാണ്. ഈ ആധുനികതായി ജനങ്ങൾ വികസിപ്പിച്ചിട്ടാണ് ചില ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ആഹാരം ഒരു സൂപ്പിൽ തുറന്നു. ആഹാരം സൂപ്പിൽ തുറന്നുമ്പോൾ ഈ സൂപ്പ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ വസ്ത്രത്തിൽ കട്ടി വരാനായിട്ട് അടക്കുക ഉപയോഗിക്കുന്ന സ്റ്റാർച്ച്